ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ സമാരാധ്യരായ നേതാക്കൾ, അതേപോലെ മറ്റ് സഹോദരി സഹോദരന്മാരെ ആൻഡ് മൈ കോ സ്പീക്കേഴ്സ്, സമയം നമ്മുടെ ബിസിനസ് ഗ്രോത്ത്, കണക്ട് ആൻഡ് ഗ്രോത്ത് എന്ന പേരിട്ട് നമ്മൾ വിളിക്കുന്ന നമ്മുടെ B2B ബിസിനസ് ടു ബിസിനസ് നെറ്റ്വർക്കിംഗ് സെഷനിലേക്ക് കടക്കുന്നതിൽ അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് അധികം സമയമെടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ, കാരണം വെൻ ഐ ഷോട്ട് ദ പ്രോമോ വീഡിയോസ് ഓഫ് ദിസ് പർട്ടിക്കുലർ പ്രോഗ്രാം, ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നു ആ ചെറിയ വീഡിയോസിൽ. അതിന് മാത്രം മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വളരെ വേഗത്തിൽ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ടേക്ക് ഓൺലി മാക്സിമം 12 to 15 minutes if you permit me. പണ്ടൊരിക്കലൊരു ആട്ടിടയൻ, ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് ലൈക്ക് മീ, ബിസിനസ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ അവരുടെ ബിസിനസ് നന്നായി ചെയ്യണമെന്ന് ഉപദേശിക്കുവാൻ ആഗ്രഹിക്കുന്ന, അതിന് യോഗ്യതയുള്ളവരെന്ന് ധരിക്കുന്നവരാണ്. അപ്പോൾ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ഒരിക്കലും ഒരു ആട്ടിടയനെ, തലമുറകളായിട്ട് ആടിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആട്ടിടയനെ സമീപിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങളെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺസൾട്ടൻസി ഞാൻ പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെ ഒരു പ്രോജക്റ്റ് ഞാൻ തയ്യാറാക്കി തരാം. അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, ഞാൻ 2-3 തലമുറകളായിട്ട് എൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് പൊക്കോട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് നോട്ട് ഡൺ എ പ്രോജക്റ്റ് ഓൺ ദിസ് പർട്ടിക്കുലർ ആക്ടിവിറ്റി. ഒരു ആടിനെ വളർത്തുന്ന ഒരാളുടെ ഒരു പ്രോജക്റ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ദിസ് ഈസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ ഓൾസോ, സോ ദാറ്റ് ഐ വിൽ ഡു ഇറ്റ് ഫോർ ഫ്രീ ഫോർ യു. പൈസയൊന്നും തരണ്ട, ഞാൻ കൺസൾട്ടൻസി നിങ്ങൾക്ക് ചെയ്തു തരാം. ശരി, അദ്ദേഹം സമ്മതിച്ചു. അവസാനം ഇദ്ദേഹം കൺസൾട്ടൻറ്റ് തൻ്റെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ ഉപയോഗിച്ച് കുറച്ചു കാലത്തെ പഠനത്തിനൊക്കെ ശേഷം എത്ര ആടുകളുണ്ട്, എത്ര മുട്ടനാടുണ്ട്, എത്ര പെണ്ണാടുണ്ട്, എത്രയ്ക്ക് കറവയുണ്ട്, എത്ര കുട്ടികളുണ്ട്, എത്ര കാലം ഇറച്ചി വിലയ്ക്ക് എത്ര എണ്ണത്തിന് വിൽക്കാൻ പറ്റും, വാല്യൂ ആഡഡ് പ്രൊഡക്ഷൻ ലൈക്ക് പാൽ എക്സ്പോർട്ട് ചെയ്യുക, അതിൻ്റെ നെയ്യ് ഉൽപ്പാദിപ്പിക്കുക, തൈര് ഉൽപ്പാദിപ്പിക്കുക, പാൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, അത് എക്സ്പോർട്ട് ചെയ്യുക, ആൻഡ് അതിൻ്റെ ഒരു ഫാമിംഗ് നടത്തുക, അതിന് തിന്നാൻ കൊടുക്കാനുള്ള കൃഷിയിടങ്ങൾ വികസിപ്പിക്കുക. യെസ്, ദിസ് ഈസ് വാട്ട് നോർമലി ദ കൺസൾട്ടൻസ് അഡ്വൈസ്. ഇതെല്ലാം അദ്ദേഹം ഉപദേശിച്ചു. ഒരു റിപ്പോർട്ട് കൊടുത്തു. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ റിപ്പോർട്ട്? ആട്ടിടയൻ അതൊക്കെ നിസ്സംഗതയോടുകൂടി അത് സ്വീകരിച്ചു. എന്നിട്ട് അവസാനം ഈ കൺസൾട്ടൻ്റ് പറഞ്ഞു, ഞാൻ ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ, എനിക്ക് പൈസയൊന്നും തരണ്ട, അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പക്ഷേ ഞാനൊരു ആടിനെ എൻ്റെ ഫീസായിട്ട് ഇങ്ങ് എടുക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത്രയായപ്പോഴേക്കും ആട്ടിടയന് പ്രതികരിക്കണമെന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, എൻ്റെ വല്യപ്പൻ മുതലേ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, പിന്നെ എൻ്റെ പട്ടിയെ അവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ പലപ്പോഴും കൺസൾട്ടൻസും ട്രെയിനേഴ്സും ഒക്കെ വന്ന് ചെയ്തു തരുന്നൊരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ മാസ്റ്റേഴ്സാണ്. നമ്മൾ ചെയ്ത് പഠിച്ചും പരാജയപ്പെട്ടും വീണ്ടും ചെയ്തും ഒക്കെ വിജയിച്ചിട്ടുള്ള ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും, അല്ലെങ്കിൽ ഒരു ചെറിയ പക്ഷിക്കുഞ്ഞ് ആദ്യം തൻ്റെ കൂട് വിട്ട് പുറത്തേക്ക് പറന്നിറങ്ങുമ്പോൾ അതിൻ്റെ ചിറകുകൾക്ക് കരുത്തില്ലാത്തത് മൂലം അത് സ്വാഭാവികമായിട്ടും താഴേക്കാണ് പറക്കുക. ആ താഴേക്ക് പറന്ന്, പ്രകൃതി നിയമമാണ്, കുറച്ച് താഴേക്ക് പറക്കുമ്പോൾ അത് ചിറകട്ടടിക്കുകയും അതിൻ്റെ ചിറകുകൾക്ക് കുറച്ച് കരുത്ത് വയ്ക്കുകയും അത് വീണ്ടും മുകളിലേക്ക് ഉയരുകയും ചെയ്യും. അപ്പോൾ ഈ താഴേക്ക് പറക്കുന്നതും താഴേക്ക് പതിക്കുന്നതിനും മുകളിലേക്ക് ഉയരുന്നതിൻ്റെയും ഇടയ്ക്കുണ്ടാകുന്ന ഒരു ട്രയാങ്കിൾ, അതിനെ വിളിക്കുന്ന പേരാണ് നേച്ചേഴ്സ് ലേണിംഗ് കർവ്. അത് പ്രകൃതി നിയമമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ കൂടെ മാത്രമേ നമുക്ക് വിജയം നേടാൻ കഴിയുകയുള്ളൂ. ആൻഡ് ദെൻ വാട്ട് എ കൺസൾട്ടൻറ്റ് ക്യാൻ ഡു, ഏതെങ്കിലും ഒരു ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ പല ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ച്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ് മേഖലകൾ വിജയിച്ചും പരാജയപ്പെട്ടും പരിചയമുള്ളവരുടെ അനുഭവ സമ്പത്ത് അറിവായി സ്വീകരിച്ചിട്ടുള്ളവർക്ക് നമ്മളുടെ ബിസിനസ്സിനെ എങ്ങനെയാണ് നമ്മുടെ ലേണിംഗ് കർവിൻ്റെ ഡെപ്ത് കുറയ്ക്കുന്നത് എന്ന് കുറച്ചൊക്കെ പറഞ്ഞു തരാൻ കഴിയും. അങ്ങനെ കഴിവുള്ളവർ ഇവിടെയുണ്ട്. ഒരു കഥ കൂടെ ഞാൻ പറയാം. നമ്മുടെ മോദിജിയും നമ്മുടെ UAE ഭരണാധികാരി ഷെയ്ഖുമായിട്ട് വലിയ സൗഹൃദത്തിലാണ്. അപ്പോൾ അങ്ങനെ ആദ്യകാലത്ത് ഷെയ്ഖ് ഇവിടെ വന്ന് ഇന്ത്യ മഹാരാജ്യം സന്ദർശിക്കുന്ന എല്ലായിടും ചുറ്റി നടന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം മദ്രാസിൽ, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഒക്കെ വീട് മദ്രാസിലായിരുന്നു. മദ്രാസിലൊരു വലിയ സൂ ഉണ്ട്, മൃഗശാല, വണ്ടല്ലൂർ സൂ. അപ്പോൾ ഈ വണ്ടല്ലൂർ സൂവിൽ ഒക്കെ ചെന്ന് കണ്ടപ്പോഴേക്കും ഷെയ്ഖിന് ഏറ്റവും അധികം ഇന്ത്യയിൽ ഇഷ്ടപ്പെട്ടത് ഈ സൂ ആണ്. കാരണം മൃഗങ്ങളെ സ്വതന്ത്രമായിട്ട് മേയാൻ വിട്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു സംഭവം അങ്ങ് ദുബൈയിൽ സെറ്റ് ചെയ്യണം.
അപ്പോൾ മോദിജി അദ്ദേഹത്തോടുള്ള സൗഹൃദം കൊണ്ട് പറഞ്ഞു, ശരിയാണ്, ഞാൻ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അവിടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു മൃഗശാല ഇതേപോലെ സെറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഓരോ ജോഡി ഞാൻ അങ്ങോട്ട് തന്നേക്കാം, അദ്ദേഹം ഓഫർ ചെയ്തു. അപ്പോൾ അങ്ങനെ ദുബായ് ഷെയ്ഖ് പണത്തിന് പഞ്ഞമൊന്നുമില്ല, അദ്ദേഹം അവിടെ വലിയ ഒരു മൃഗശാല സെറ്റ് ചെയ്തു. മോദിജി ഇവിടുന്ന് എല്ലാ വിധത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ജോഡി തികച്ച് അങ്ങോട്ട് കയറ്റി അയച്ചു കൊടുത്തു. അങ്ങനെ അവിടെ നമ്മുടെ ഇന്ത്യയിലെ മൃഗങ്ങളുടെ ലോകത്തിലെ തന്നെ മൃഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സിംഹരാജാവും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും ധർമ്മപത്നിയും ഒക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായപ്പോൾ സിംഹരാജാവ് ഇങ്ങനെ തലേ ദിവസം യാത്രയൊക്കെ ആയിട്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്, തലേ ദിവസം വൈകുന്നേരം അത്താഴമൊന്നും പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് രാവിലെ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് പരിചാരകർ ഒരു കൊട്ട നിറച്ച് പഴങ്ങൾ, എല്ലാ വിധത്തിലുള്ള പഴങ്ങളും ഉണ്ട്, അതുകൊണ്ട് കൊടുത്തു. അപ്പോൾ അദ്ദേഹം തികച്ചും കോപാകുലനായി, എങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു, എങ്കിലും ചോദിച്ചു, എന്താണ് ഞാൻ കഴിക്കുന്നത്, എൻ്റെ മെനു ഇതല്ല എന്ന് നിനക്കറിയില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പരിചാരകൻ പറഞ്ഞു, അദ്ദേഹം ഇതാണ് അടുക്കളയിൽ നിന്നും തന്നുവിട്ടിരിക്കുന്നത്, എനിക്കിത് കൊണ്ട് തരാനുള്ള നിയോഗമേ ഉള്ളൂ. വിശപ്പുണ്ടായിരുന്നുകൊണ്ട് അത് കഴിച്ചു. അപ്പോൾ സിംഹരാജൻ പറഞ്ഞു, ഉച്ചയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള മാംസഭക്ഷണം ഇവിടെ എത്തിയിരിക്കണം, ഉത്തരവ് എന്ന് പറഞ്ഞ് പരിചാരകൻ തിരിച്ചുപോയി. ഉച്ചയായി, വീണ്ടും ഇതാ വരുന്നു ഒരു വല്ലം നിറയെ ഫ്രൂട്ട്സ്, പഴങ്ങൾ. തികച്ചും കോപാകുലനായ സിംഹരാജൻ അലറി, ഇന്നിനി വൈകുന്നേരം നീ വീണ്ടും ഇതുമായിട്ടാണ് വരുന്നതെങ്കിൽ നിന്നെ ഞാൻ പിടിച്ചു തിന്നും. അപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ എന്താണ് സംഭവിച്ചതിൻ്റെ വിശദീകരണം ചോദിക്കുവാൻ പരിചാരകന് കഴിഞ്ഞില്ല. വൈകുന്നേരമായപ്പോൾ വീണ്ടും ഒരു കൊട്ട ഫ്രൂട്ട്സുമായിട്ട് ചെന്ന് സിംഹത്തിൻ്റെ മുകളിൽ നിലവിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടിന് മുമ്പിൽ വെച്ചിട്ട് ഇദ്ദേഹം അകലെ മാറി നിൽക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി സിംഹരാജൻ വീണ്ടും ചോദിച്ചു കോപത്തോടെ, എന്താണിത്? അപ്പം ഈ പരിചാരകൻ പറയാണ്, അങ്ങ് വലിയ സിംഹരാജാവൊക്കെ ആയിരിക്കും എവിടെ? അങ്ങ് ഇന്ത്യയിൽ. ഇവിടെ താങ്കൾ വന്നിരിക്കുന്നത് കുരങ്ങൻ്റെ വിസയിലാണ്. അപ്പോൾ അതുകൊണ്ട് കുരങ്ങിനുള്ള മെനുവാണ് താങ്കൾക്ക് ഞാൻ തരുന്നത്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് NRIs നൽകുന്ന മണി ഓർഡർ എക്കോണമി ആണ് എന്നുള്ളത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ സ്വന്തം അച്ഛനെയും അമ്മയെയും ഒക്കെ ത്യജിച്ച് പ്രായമായ കാലത്ത് അവർക്ക് താങ്ങും തണലും ആകേണ്ടിയിരിക്കുന്ന മക്കൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും, ഒരുപക്ഷെ നമ്മൾ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമാണ്, മലയാളി നാട്ടിലുള്ള അവൻ വിദേശത്താണ്. എന്താണ് മകന് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിവാഹ കമ്പോളത്തിലാണെങ്കിൽ തന്നെ മകൻ ലണ്ടനിലാണ്, അല്ലെങ്കിൽ മകൾ ലണ്ടനിലാണ്, അല്ലെങ്കിൽ ദുബൈയിലാണ്. എന്താ ജോലി എന്ന് ചോദിച്ചാൽ വിദേശത്തുള്ള മക്കളുടെ രക്ഷിതാക്കൾ പറയുന്നത് അവർ ദുബൈയിലാണെന്നാണ്. ഞാൻ അതല്ലല്ലോ ചോദിച്ചത്, അവരെന്ത് ചെയ്യുന്നു എന്നാണ്. അത് ഈ രക്ഷിതാക്കൾക്ക് പോലും പലപ്പോഴും അറിയില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം പഠിപ്പെന്താണ്? കാരണം കേരളത്തിൽ അവർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ എടുക്കുന്നു. പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവർ ചെയ്യുന്നത് അവരുടെ പഠനത്തിന് നിരക്കുന്ന ജോലിയാണോ എന്ന് ചോദിച്ചാൽ പണം കിട്ടുന്നുണ്ടാവും, പക്ഷേ അവരുടെ സ്റ്റാറ്റസിനോ ഡിഗ്നിറ്റിക്കോ എന്തിന് സെൽഫ് എസ്റ്റീമിന് പോലും യാതൊരു വിലയുമില്ലാത്ത രീതിയിലുള്ള ചില തൊഴിലുകൾ. എല്ലാ തൊഴിലുകളും മഹത്വമുള്ളതാണ് എന്ന വാക്കുകൾ, മഹാത്മാവിൻ്റെ വാക്കുകൾ ഓർമ്മ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. പക്ഷേ പലപ്പോഴും അവരൊക്കെ കോംപ്രമൈസ് ചെയ്യലാണ്. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ വളരുന്നില്ല, അല്ലെങ്കിൽ അത് കൂടുതൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുൻപിൽ ഇരിക്കുന്നവർ കുരങ്ങിൻ്റെ വിസ എടുത്തുകൊണ്ട് വിദേശത്തേക്ക് പോകാത്ത സിംഹക്കുട്ടികളാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ. കാരണം പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എന്നെ നോക്കി വളർത്തിയ എൻ്റെ അച്ഛൻ്റെയും അമ്മയെയും പ്രായമാകുമ്പോഴും അവരുടെ കൂടെ അവരെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കാണണം. അതുകൊണ്ട് ഞാൻ ഇന്ത്യയിൽ എന്തെങ്കിലും, ഈ നാട്ടിൽ എൻ്റെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ചെയ്ത് അതിന് ഞാൻ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ജീവിക്കും എന്നുള്ള അഭിമാനബോധമുള്ള സിംഹക്കുട്ടികൾ തന്നെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഈ സിംഹക്കുട്ടികൾ മുൻപോട്ട് പോകുമ്പോൾ രണ്ട് തരത്തിലുള്ള, നമുക്കറിയാം ലോകത്തിൽ കാലം മാറി വരുമ്പോൾ തീർച്ചയായിട്ടും കഴിവുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ മാറേണ്ടി വരും, നമ്മുടെ ജീവിക്കുവാനുള്ള ഉപാധികൾ മാറേണ്ടി വരും. ആദ്യം ശിലായുഗമായിരുന്നു ഈ ലോകത്തിൽ. ശിലായുഗത്തിൽ കല്ലും മരത്തടിയുമായിരുന്നു മനുഷ്യൻ്റെ ആയുധങ്ങൾ. അവൻ്റെ ജീവിതമാർഗം, ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ട് അവനെ സഹായിച്ചിരുന്ന ഉപകരണങ്ങൾ, ടൂൾ എന്ന് പറയും, ടൂൾസ് കല്ലും മരത്തടിയുമൊക്കെ ആയിരുന്നു. ലോകം പുരോഗമിച്ചപ്പോൾ വീണ്ടും കല്ലും മരത്തടിയുമൊക്കെ ഒരു പ്രത്യേക അനുപാതത്തിൽ മൂർച്ച വരുത്തി, ഷെയ്പ്പ് വരുത്തി അവൻ പല പല ആയുധങ്ങൾ ഉണ്ടാക്കി. തൂമ്പയും വെട്ടുകത്തിയും കോടാലിയും ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ ആ കാലത്ത് എന്നിട്ട് അവൻ മനസ്സിലാക്കി, ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിന് പകരം എവിടെയെങ്കിലുമൊക്കെ സുലഭമായി വെള്ളം ലഭിക്കുന്ന പ്രദേശത്ത് ജീവിച്ചാൽ കൃഷി ചെയ്യാം.
ആഹാര സാധനങ്ങൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാം, ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള പാലിനാവശ്യമായിട്ടുള്ള മൃഗങ്ങളെ ഇണക്കി വളർത്താം. അപ്പോൾ അങ്ങനെ അവൻ കാർഷിക യുഗത്തിലേക്ക് കടന്നു. അപ്പോൾ കാർഷിക യുഗത്തിലേക്ക് കടന്നപ്പോൾ കല്ലും മരത്തടിക്കും പകരം അവൻ തൂമ്പയും വെട്ടുകത്തിയും കലപ്പയും ഒക്കെ നിർമ്മിച്ചു. കാർഷിക യുഗം. അപ്പോൾ കാർഷിക യുഗത്തിൽ കാലം മാറുമ്പോൾ ഉപകരണങ്ങൾ മാറും, ജീവനോപാധികൾ മാറും, അത് ഉപയോഗിക്കുവാനുള്ള കഴിവുകൾ നാം ആർജിക്കേണ്ടി വരും. വീണ്ടും കാലം മാറി. സ്വയം പ്രവർത്തിക്കുന്ന വൈദ്യുതിയുടെ സഹായത്താൽ സ്വയം പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ മനുഷ്യൻ്റെ ജീവനോപാധികളായി. എല്ലാം യന്ത്രങ്ങൾക്ക് വഴി മാറി. കലപ്പ മാറി, ട്രാക്ടർ വന്നു. കുതിരവണ്ടിയും കാളവണ്ടിയും മാറി, മോട്ടോർ കാറുകൾ വന്നു. ഇൻഡസ്ട്രിയൽ ഏജ്, വ്യവസായിക യുഗം. സ്കിൽ സെറ്റ് മാറി, ടൂൾ കിറ്റ് മാറി. വെൻ ടൈം ചേഞ്ചസ് ഓൾ ദീസ് ചേഞ്ചസ്. വീണ്ടും കാലം മാറി. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലത്തെ നമ്മൾ വിളിക്കുന്നത് ഇൻഫർമേഷൻ ഏജ് എന്നാണ്. വിവര സാങ്കേതിക വിദ്യയുടെ യുഗം. അപ്പോൾ ഇൻഫർമേഷൻ ഏജ് എന്ന് വിളിക്കാൻ കാരണം ധാരാളം ഇൻഫർമേഷൻസ് ആണ്. മാറ്റങ്ങൾ അതിവേഗത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഇൻഫർമേഷൻസ് അതിവേഗത്തിലുണ്ടാവുന്നത്. കാരണം എപ്പോഴും ഒരു ബർത്ത് ഓഫ് ആൻ ഇൻഫർമേഷൻ ഈസ് ഓൾവേസ് ബിക്കോസ് ഓഫ് എ ചേഞ്ച്. നമ്മൾ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോഴാണ് പുതിയൊരു ഇൻഫർമേഷൻ ഉണ്ടാകുന്നത്. ശരിയാണോ അല്ലയോ? യു എഗ്രി വിത്ത് മീ? അപ്പോൾ അത് ആ ഇൻഫർമേഷൻ, കാരണം പണ്ട് ജോണൽ ബേർഡ് 1942 അമേരിക്കയിൽ ടെലിവിഷൻ കണ്ടുപിടിച്ചു. ഏകദേശം ഒരു 19 വർഷം എടുത്ത് അവിടെ നിന്ന് ഒരാൾ തലച്ചുമടായിട്ടൊരു ടെലിവിഷൻ നമ്മുടെ ഇന്ത്യയിൽ എത്തിക്കാൻ. 1980-81 കാലത്തിലാണ് ഇന്ത്യയിൽ ടെലിവിഷൻ വന്നത്. പക്ഷേ ഇന്നതല്ല. അമേരിക്കയിൽ ആരെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ എന്തെങ്കിലും ആയിക്കോട്ടെ, കമ്പ്യൂട്ടറോ ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ ഒക്കെ ആട്ടെ, അതൊക്കെ ഇന്ത്യയിലെത്താൻ ഞൊടിയിടയിൽ എന്നുള്ള ആ സമയപരിധി മതി. അതുകൊണ്ട് മാറ്റങ്ങൾ അതിവേഗത്തിലാണ്. 1-ാം വർഷം എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടി 4 വർഷം പഠിച്ചു കഴിയുമ്പോഴേക്കും ആദ്യത്തെ വർഷം പഠിച്ചതൊക്കെ അബ്സലേറ്റ്, കാലഹരണപ്പെടുകയും 5-ാം വർഷം അവൻ വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിർബന്ധിതനാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടം ഇൻഫർമേഷൻ ഏജ് എന്നും ഡിജിറ്റൽ ഏജ് എന്നും വിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യാപാരങ്ങളും വ്യവസായങ്ങളും ഒക്കെ ഈ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണങ്ങൾക്ക് വിധേയമാവുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. 2 രീതിയിലുള്ള സ്കിൽ സെറ്റാണ് നമുക്കിന്ന് വേണ്ടുന്നത്. ഒന്ന് സോഫ്റ്റ് സ്കിൽ, 2 ടെക്നിക്കൽ സ്കിൽ, സാങ്കേതികമായിട്ടുള്ള കഴിവുകൾ ഈ കാലഘട്ടത്തിൽ വേണ്ടുന്നത്. അപ്പോൾ സോഫ്റ്റ് സ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണോ ഈ ലോകത്തിൽ എന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ സമാനമായ ബിസിനസ് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സ് ഉള്ള ഒരു സംഘടനയുടെ ഭാഗമാകുന്നുണ്ടോ? അതോ നിങ്ങൾ വിചാരിക്കുക ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടി ഒരാഴ്ചയിൽ 168 മണിക്കൂർ 168 മണിക്കൂറുള്ള ഒരാഴ്ചയിൽ 1-2 മണിക്കൂർ നേരം ഏതെങ്കിലും ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ യു ലൂസ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്. ഇന്നിവിടെ നിങ്ങൾ സമയം ചെലവഴിച്ചു. ശശിധര മേനോൻ ചേട്ടനെ പോലെയും മനോജ് ഗോവിന്ദ്ജിയെ പോലെയും അതേപോലെ വിനിതാജിയെ പോലെയും അതുപോലെ തന്നെ നമ്മുടെ പ്രകാശ് സാറിനെ പോലെയുള്ളവരൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു. എ പീസ് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നമ്മൾ പലപ്പോഴും സംഘടനാ പ്രവർത്തനങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന ആൾക്കാരാണ്. ആ സംഘടന കൊണ്ടുള്ള പ്രയോജനങ്ങളെപ്പറ്റി 100 വർഷം മുൻപ് ഒരാചാര്യൻ നമ്മളോട് പറഞ്ഞിരുന്നു. സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വചനങ്ങളാണത്. സംഘടന കൊണ്ടാണ് ശക്തി നേടേണ്ടത്. കാരണം എങ്ങനെയാണ് സംഘടന കൊണ്ട് ശക്തമാവുന്നത്? സംഘടനയിൽ കൂടി നമുക്ക് ലഭിക്കുന്നത് പലവിധങ്ങളായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ആണ്. അത് നമ്മുടെ വ്യാപാര രംഗത്ത് ഏതൊക്കെ മാറ്റങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരിക്കുന്നു, കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കുന്നു, എന്തിനധികം നമ്മളുടെ കുട്ടികൾക്ക് വിവാഹപ്രായമായാൽ ഒരു വിവാഹാലോചന നടക്കുമ്പോൾ ആ വധുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ വരനെക്കുറിച്ചോ ഒരു നല്ല അന്വേഷണം നടത്തണമെങ്കിൽ പോലും സംഘടനാ സംവിധാനം നമുക്ക് പ്രയോജനപ്പെടും. പലപ്പോഴും നമ്മൾ ആഴ്ചയിൽ 2-3 മണിക്കൂർ ലാഭിക്കാൻ വേണ്ടി സംഘടനാ പ്രവർത്തനങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന ആൾക്കാരാണ്. ആൻഡ് ദിസ് an organization, be a part of an organization which can make your life easy. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് അറിയണമെങ്കിൽ 1-2 ഫോൺ കോളിൽ സാധിക്കും ഒരു സംഘടനയുടെ ഭാഗമായിരിക്കുന്ന വ്യക്തിക്ക്. അല്ലെങ്കിൽ പലപ്പോഴും ആരുമായി പരിചയപ്പെടാതെ ഞാൻ അങ്ങനെ അത്തരത്തിലുള്ള സംഘടനകളിലേക്കൊന്നും പോയി സമയം കളയാറില്ല എന്ന് പറയുന്നവർ 4-5 തവണയൊക്കെ സഹായങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുവാനുള്ള പ്രാവീണ്യം പോലും സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാത്തവർക്ക് പലപ്പോഴും ഉണ്ടാവില്ല. അവരത് വേണ്ടെന്ന് വയ്ക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വേണ്ടുന്ന സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ടീം കേപ്പബിലിറ്റി എന്ന് പറയും. ഇന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ കോർപ്പറേറ്റ് കരിയറിനുള്ളിൽ ആയിരക്കണക്കിന് യുവതിയുവാക്കളെ പല വ്യാപാര സ്ഥാപനങ്ങൾക്കും വേണ്ടിയും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യാനും അവരെ സെലക്ട് ചെയ്യാനും ഒക്കെ കഴിഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ദി അക്കാഡമിക് സ്കിൽ ആൻഡ് മാറ്റേഴ്സ് ഓർ മാർക്സ് മാറ്റേഴ്സ്.
അവൻ യൂണിവേഴ്സിറ്റിയിൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതല്ല ഇന്നൊരു കോർപ്പറേറ്റ് കമ്പനിയും ഈവൻ ഫോർ എ ജോബ് ഉറ്റുനോക്കുന്നത്. അവന് മറ്റുള്ളവരോട് നന്നായി പെരുമാറാനും ഇടപഴകാനും അറിയാമോ? അവനൊരു പ്രോബ്ലം വരുമ്പോൾ അവനത് സോൾവ് ചെയ്യാൻ അറിയാമോ? എത്ര വേഗത്തിൽ സോൾവ് ചെയ്യാൻ കഴിയും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. ഇതിൻ്റെയൊക്കെ ആകെ തുകയാണ് ഒരു ടീം കേപ്പബിലിറ്റി, സംഘടനാ പാടവം എന്ന് പറയും. എന്ന് വെച്ചാൽ സംഘടന ഉണ്ടാക്കാനൊന്നുമുള്ളതല്ല, ഒരു സംഘടനയുടെ ഭാഗമായിട്ട് അതിൻ്റെ അച്ചടക്കത്തിനനുസരിച്ച്. കാരണം നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഒരു സംഘടനയുടെ ഭാഗമാകുമ്പോൾ കുറച്ചൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. പക്ഷേ ആ സംഘടനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ വലുതാണ്. പ്രധാനമായിട്ടും പുതിയ അറിവുകൾ, നമുക്ക് ഫ്രീ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ്, ദാറ്റ് ഈസ് വാട്ട് ഓൾവേസ് വി ഗെറ്റ് ഫ്രം ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ടീം കേപ്പബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആഴ്ചയിൽ 168 മണിക്കൂറുണ്ട്. നമ്മൾ പല കാര്യങ്ങളും വിഷമിച്ചും ആവശ്യമില്ലാതെ മൊബൈലിൽ പണ്ട് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ചുണ്ണാമ്പിൽ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ മൊബൈലിൽ കുത്തി മറിച്ച് കളിച്ചിരിക്കുന്നതിന് പകരം 168 മണിക്കൂറിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും ഏതെങ്കിലും ഒരു സംഘടനയുടെ, പ്രത്യേകിച്ച് സമാന ചിന്താഗതികളുള്ള ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ, പ്രൊഫഷണൽസിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായി മാറാൻ നമുക്ക് സാധിക്കണം. നമ്പർ 1. പിന്നീടുള്ള നമ്മുടെ സ്കില്ലെന്ന് പറയുന്നത് ഡിജിറ്റൽ സ്കിൽസാണ്. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ, ഈ പ്രോഗ്രാമിൻ്റെ പ്രൊമോഷൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു 10-100 രജിസ്ട്രേഷൻസ് ആണ് വന്നത്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ടാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീമതി പ്രീത ഇവിടെയുണ്ട്, ബ്രഹ്മ IT സൊല്യൂഷൻസ്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ടാണ് ഏകദേശം ഒരു 300ഓളം പേരിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമ്മുടെ ഈ ഒരു മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ കയറി വന്നത്. ആൻഡ് ഐ ടെൽ യു, നമ്മുടെ ബിസിനസ് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന മറ്റൊന്നുമില്ല. 110 kV ഒരു ഇലക്ട്രിക് ലൈൻ ആകാശത്ത് കൂടി പോകുന്നു. നമ്മൾ അതിൻ്റെ താഴെ കറണ്ട് ഇല്ലാത്തൊരു ചെറിയ കുടിലിൽ താമസിക്കുന്നു. പലപ്പോഴും നമ്മൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ പറയും, ഇനിയിപ്പം ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്, ഞങ്ങളിനി എങ്ങനെയാണ് ഞങ്ങളുടെ ബിസിനസ്സിനെ ഡിജിറ്റലൈസ് ചെയ്യുന്നത്? ഈ സമീപകാലത്ത് കേട്ടൊരു പരസ്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. നിങ്ങളും കേട്ടിട്ടുണ്ടാവും. കൂലിപ്പണി രാജൻ കൂലിപ്പണി കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്താ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഒരു കൂലിപ്പണിക്കാരൻ തൻ്റെ തൊഴിലിനെ, തൻ്റെ വ്യവസായത്തെ, തൻ്റെ ഓൺട്രപ്രണർഷിപ്പിനെ, കാരണം കൂലിപ്പണി എന്ന് പറയുന്നത് ഓൺട്രപ്രണർഷിപ്പാണ്, ആ ഓൺട്രപ്രണർഷിപ്പിനെ അദ്ദേഹം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഹൗ മെനി ഓഫ് യു ഹേർഡ് അബൌട്ട് ചായ്വാല ഡോളി? കേട്ടിട്ടുണ്ടോ? ഡോളി ചായ്വാല എന്താ പരിപാടി? ബിൽഗേറ്റ്സിന് പോലും ചായ കൊടുത്തു, അല്ലെ ബിൽഗേറ്റ്സ് പോലും ബോംബെയിൽ വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ചെറിയ കടയിൽ പോയി ചായ കുടിച്ചു. യെസോ? എന്താ ചെയ്തത്? പ്രൊമോട്ടിങ് അവർ ബിസിനസ് ത്രൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇഫ് you are not alive in digital world, the world thinks you are not alive. അതായത് ഡിജിറ്റൽ ലോകത്ത് പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഏത് ബിസിനസ്സും ആയിക്കൊള്ളട്ടെ. മുറുക്കാൻ കട നടത്തുന്ന ഒരാൾ ഒരിക്കൽ സംശയം ചോദിച്ചു, സാറേ എനിക്കൊരു മുറുക്കാൻ കടയാണ്, ഞാൻ എങ്ങനെയാണ് ഡിജിറ്റലൈസ് ചെയ്യുന്നത് എൻ്റെ ബിസിനസ്? Digital marketing, the information which you are giving is very important. That is what your digital identity creates. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, that is what known as domain എന്ന് പറയും. ഡൊമൈൻ സാഹിബിൻ്റെ ഭാഷയിൽ. നിങ്ങളുടെ ഡൊമൈനിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആയിരിക്കണം. ആ ഡൊമൈനിൽ എക്സ്പേർട്ട് ആണെങ്കിൽ നല്ല മുറുക്കാൻ ഉണ്ടാക്കുന്നത് എങ്ങനെ, വെറ്റിലയുടെ അറ്റവും മുറിയും ഒക്കെ എങ്ങനെയാണ് നുള്ളിക്കളയുന്നത്, ചുണ്ണാമ്പ് എങ്ങനെ തേക്കാം, എങ്ങനെ പാക്കെന്തേരി ഇടണം, ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നല്ല അന്തസ്സായിട്ട് ഒരു ഫോണിൻ്റെ മുമ്പിലോട്ടിരുന്നിട്ട് ഒരു വീഡിയോ, ഒരു 3 മിനിറ്റ് 4 മിനിറ്റുള്ള വീഡിയോ എടുക്കുക, ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടുക, ഫേസ്ബുക്കിലേക്ക് ഇടുക, യൂട്യൂബിലേക്ക് ഇടുക. ദാറ്റ്സ് വാട്ട് the primary step of digital marketing. You should have the present, whatever the business you have. സമയം കുറച്ചൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് സിംഹക്കുട്ടികളെ ഓർക്കുക, ഒരു ചെറിയ ക്വിസ് പ്രോഗ്രാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ, I used to attend a lot of quiz program when I was in school. നിങ്ങളിൽ എത്ര പേർക്ക് എവറസ്റ്റ് കൊടുമുടി ആദ്യമായിട്ട് കീഴടക്കിയ വ്യക്തിയുടെ പേരറിയാം? ഒന്ന് കൈവക്കണം. യെസ്. രണ്ടാമതായിട്ട് എവറസ്റ്റ് കൊടുമുടി കയറിയ വ്യക്തിയുടെ പേര് എത്ര പേർക്കറിയാം? രണ്ടാമതായിട്ട് സർ പറയൂ, ആരാണ്? അവരൊരുമിച്ചാണ് കയറി. ദാറ്റ് വാസ് എ ടീം. ടെൻസിംഗ് നോർഗെ ആൻഡ് എഡ്മണ്ട് ഹിലാരി വാസ് എ ടീം. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ സെക്കൻഡ് ടീം. ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഇതങ്ങനെയാണ്. അതുപോലെ തന്നെ ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് കാലുകുത്തിയത് ആരാണ്? നീൽ ആംസ്ട്രോങ് ആൻഡ് എഡ്വിൻ ആൽഡ്രിൻ, വി നോ, ബട്ട് വിച്ച് ഇസ് ദ സെക്കൻഡ് ടീം? നോ വൺ നോസ്. And that is a huge difference in between the number 1 and the number 2. Number 1 is quite famous in the world. Number 2 is hardly known in the world.
ഓർക്കുക, നിങ്ങൾ ഇന്ന് ഈ ഹാളിലിരിക്കുമ്പോൾ നിങ്ങൾ ഇന്നൊരു ദിവസം അസോസിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യുന്നത്, യു ആർ അസോസിയേറ്റഡ് വിത്ത് ദ വേൾഡ് നമ്പർ 1 NGO. ഇന്ന് നമുക്കറിയാം, രാവിലെ ഒരു ഗവർണറും ഒരു മന്ത്രിയും ഒക്കെ ഇവിടെ എത്തി. കഴിഞ്ഞ വെറും 2 ആഴ്ച മുമ്പിലൊരു ഇൻവിറ്റേഷൻ കൊണ്ടാണ് ഈ ഒരു സംഘടനയുടെ പരിപാടിയിലേക്ക് MSME മിനിസ്റ്റർ വന്ന് നിങ്ങളോട് ആവേശത്തോടെ സംസാരിച്ചത്. ദ ടൈം ഷെഡ്യൂൾ ഗിവൺ വാസ് 20 minutes. ഷീ സ്പോക്ക് ഫോർ 30 minutes. നിങ്ങൾ കണ്ടതാണ് ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലേ? ആൻഡ് ഷീ വാസ് ടോക്കിംഗ് ടു ഹെർ ഓൺ ഓർഗനൈസേഷൻ. ഷീ ഓൾസോ ബിലോങ്സ് ടു an organization called ഭാരതീയ ജനതാ പാർട്ടി. That also belongs to രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. വിമർശകർ എന്തും പറഞ്ഞോട്ടെ. And രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഈസ് ഷോക്കേസിങ് വികസിത് ഭാരത്. അത് ഹിന്ദുവിനോ ക്രിസ്ത്യനോ മുസ്ലിമിനോ പാഴ്സിക്കോ സിക്കിനോ ബുദ്ധനോ എന്നുള്ളതല്ല. ഇറ്റ് ഈസ് ഫോർ ദ ഭാരതീയ. അപ്പോൾ ദിസ് ഈസ് ദ നമ്പർ 1 ഓർഗനൈസേഷൻ. അതാണ് കുറച്ച് മുമ്പേ പ്രകാശ് സാർ പറഞ്ഞത്. യു ഗീവ് എ റെപ്രസെൻറ്റേഷൻ. സം ഓഫ് ദി ഡെലിഗേറ്റ്സ് വർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഓൺ ദേ വർ ആസ്കിങ് സം ഡൗട്ട്സ്. ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി പറയുന്നുണ്ട്. ഒരു ഡെലിഗേഷൻ ഒരു റെപ്രസെൻറ്റേഷൻ തരാൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി. ആൻഡ് അത് പറയാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. ദിസ് ഓർഗനൈസേഷൻ, BVVS belongs to or associate with Bharatiya Janata Party, the ruling party, the number 1 political party in the world. So that is, this organization is so powerful. So you are associating with the most powerful organization in the world. So all the very best and thank you very much.